ഹലോ ഫ്രണ്ട്സ്, ബിന്ദി മസാല ഉണ്ടാക്കിയെടുക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അധികം മൂപ്പില്ലാത്ത വെണ്ടയ്ക്ക രണ്ടായി കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അത് നന്നായി പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി ചില്ലി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി കായം പൊടി, ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് 5 മിനിറ്റ് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ സവാളയും തക്കാളിയൊക്കെ നന്നായി വെന്തു. അതിലേക്ക് പുളി കുറവുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക നമുക്കിതിലേക്ക് ഇട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെണ്ടയ്ക്കയിൽ നന്നായി മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി മല്ലിച്ചെപ്പ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബിന്ദി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.